ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇടയൻ ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ കീഴിൽ കർത്തൃസേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ ജോസഫ് അപ്പലോസ് തന്റെ ആത്മീയ നേതൃത്വത്തിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു സ്നേഹ ഇടയൻ. ഇടയൻ ഗോസ്ബൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന സ്നേഹ ഇടയൻ എന്ന ആത്മീയ ദൃശ്യ വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ നമ്മെ കരുതുന്ന ഒരു ഇടയനുണ്ട്. അവന്റെ മേൽ ചുമത്തുകയാണെങ്കിൽ അവൻ നമ്മെ പുലർത്തുവാൻ വല്ലഭനാണ്. ഈ ലോകം മാറിപ്പോകും, പുതിയൊരു ലോകം വരും എന്ന ആശയമുള്ള ഒരു അനുഗ്രഹിത ഗാനം സ്നേഹ ഇടയൻ എന്ന ആൽബത്തിൽ കൂടെ പുറത്തിറക്കി ബ്രദർ സുഗുരാജ് ആലപിച്ചതായ ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. തുടർന്ന് ഖത്തറിന്റെ പ്രദേശത്ത് ആയിരിക്കുന്ന ബ്രദർ റിനോ ജോൺ യേശു ആരാണ്, യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായും വിടുതലായും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചാൽ നല്ലോരിടയൻ അവൻ കരുതും നിനക്കുള്ളതെല്ലാം. ജീവിതയാത്രയിൽ തളരാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ഇടയൻ നല്ലോരിടയൻ അവൻ കരുതും നിനക്കുള്ളതെല്ലാം. ജീവിതയാത്രയിൽ തളരാൻ അവനൊരു നാളും സമ്മതിക്കില്ല. ഇടയൻ നല്ലോരിടയൻ. കാണും ലോകമോ ഒഴിയും, ഇനിയൊഴിയാത്ത ലോകമോ ഉദിക്കും. ഈ കാണും ലോകമോ ഒഴിയും, ഇനിയൊഴിയാത്ത ലോകമോ ഉദിക്കും. ഇടയൻ ഒരു കീടും ഭവനം, ആ ഭവനത്തിൽ നാം ഒത്തുചേരും. ഇടയൻ ഒരു കിടും ഭവനം, ആ ഭവനത്തിൽ നാം ഒത്തുചേരും. ഇടയൻ 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 സ്നേഹ ഇടയൻ.
ലോകമോഹങ്ങൾ വെടിയാൻ നമുക്കൊരുങ്ങാം ഹൃദയംഗമായി. ഈ ലോകമോഹങ്ങൾ വെടിയാൻ നമുക്കൊരുങ്ങാം ഹൃദയംഗമായി. ഇടയന്റെ മാർവിൽ അണയാം, ഇനി ഉണരാം ക്രിസ്തുവിനായി. ഇടയന്റെ മാർവിൽ അണയാം, ഇനി ഉണരാം ക്രിസ്തുവിനായി. ഇടയൻ 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 സ്നേഹ ഇടയൻ. ഇടയൻ നല്ലോരിടയൻ, അവൻ കരുതും നിനക്കുള്ളതെല്ലാം. ജീവിതയാത്രയിൽ തളരാൻ അവനൊരു നാളും സമ്മതിക്കില്ല. ഇടയൻ നല്ലോരിടയൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇടയൻ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അല്പസമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് ലഭിച്ച ഈ വലിയ സമയത്തെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തകയായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേട്ടത്. ദൈവം അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദിക്കുന്നത് മറ്റാരോടുമല്ല, തൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന, താൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുകയും അറിയുകയും അതിൻ്റെ വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന തൻ്റെ സന്തത സഹചാരികളായ ശിഷ്യഗണത്തോടാണ് ആ ഒരു ചോദ്യം ചോദിക്കാനിടയായി തീർന്നത്. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? പ്രിയ ദൈവമക്കളെ, ലോകം യേശുവിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. പലതും പറയുന്നു. അതിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാണുന്നുണ്ട്, യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പം ലോകത്തിന് യേശുവിനെ കുറിച്ച് പല പ്രസ്താവനകൾ അല്ലെങ്കിൽ പല പേരുകളാണ് പറയാനുള്ളത്. ആ സാഹചര്യത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഓക്കെ, ലോകം പലതും പറയട്ടെ, അവർക്ക് ലഭിച്ച കാഴ്ചപ്പാടുകളനുസരിച്ചാണ് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നത്. എന്നാൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന എൻ്റെ സന്തത സഹചാരികളായ ഞാൻ എൻ്റെ ശിഷ്യഗണമായി തിരഞ്ഞെടുത്ത നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു വലിയ ചോദ്യമാണത്. പെട്ടെന്ന് ശിഷ്യന്മാരൊക്കെ ഒന്ന് പതറി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഒന്ന് പരിഭ്രമിച്ച് കാണും. ഇങ്ങനെ ചോദ്യം അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണുകയില്ല. എന്നാൽ അവിടെയും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തി നിൽക്കുന്ന പത്രോസ് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ മക്കളെ, ഇന്ന് പകലിൽ നാം സ്വയം നമ്മളോട് ആ ചോദ്യം ഒന്ന് ചോദിക്കാനിടയായി തീരണം. നമുക്ക് യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നാം നേരിടുമ്പോൾ, അവിടെ നമ്മുടെ ഒരു സഹായകനായിട്ട് എത്തി നമ്മളെ ആ വിഷയത്തിൽ സഹായിക്കുന്ന ഒരു ദൈവമായിട്ട് മാത്രമാണോ നാം യേശുവിനെ കാണുന്നത്? ഇന്ന് നാം പൊതുവായി ചിന്തിച്ചു കഴിഞ്ഞാൽ
ഇന്ന് നമ്മുടെ കാര്യങ്ങൾ തക്ക സമയത്ത് നടത്തി തരുന്ന, നമുക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ജോലി നമുക്ക് നേടിത്തരുന്ന, നമുക്ക് തലമുറകളില്ലാതിരിക്കുമ്പോൾ നമുക്ക് തലമുറകളെ നൽകുന്ന, നാം സാമ്പത്തികമായ കടഭാരങ്ങളിലായി തീരുമ്പോൾ നമ്മുടെ കടഭാരങ്ങളെ മാറ്റി നമ്മെ അനുഗ്രഹിക്കുന്ന, അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന ഒരു സ്ഥാനമാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിനുള്ളത്. അതാണോ യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവ് യേശുക്രിസ്തു നമുക്കാരാണ്? കർത്താവ് യേശു നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രനായിരുന്ന ക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി പാവം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് സകല വേദനകളും നമുക്ക് വേണ്ടി സഹിച്ച് ക്രൂശിൽ യാഗമായി തീരുവേണ്ടിയായി തീർന്നു. ആർക്കു വേണ്ടിയാണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. കാരണം പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്ത വലിയവനായ ദൈവം. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാട് വളരെയധികം മാറിയിരിക്കുന്നൊരു കാലഘട്ടമാണ് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയും തീർക്കുവാനുള്ളൊരു ഉപാധി മാത്രമായിട്ടാണ് നാം യേശുവിനെ കാണുന്നത്. കർത്താവ് നമ്മളോട് ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്തായിരിക്കും? നമ്മൾ ഓരോരുത്തരെയും പേര് പറഞ്ഞിരുന്ന് പകൽക്കാലം ചോദിക്കണം. യേശു നമ്മോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ആരാണ്? നിന്റെ ജീവിതത്തിൽ എൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കർത്താവ് യേശു ക്രിസ്തു ഇന്നും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കർത്താവിനോട് പറയാനുള്ള മറുപടി എന്താണുള്ളത്? നാം ചിന്തിക്കുവാനിടയായിത്തീരണം. പത്രോസ് പെട്ടെന്ന് തന്നെ അവിടെ മറുപടി പറയാൻ ഇടയായിത്തീർന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറഞ്ഞു, യേശു അവനോട്, ഭയനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അല്ലേ? കർത്താവ് ആ വെളിപ്പാട് പ്രാപിച്ച പത്രോസിനോട് ഉടനെ തന്നെ പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, ഒരു ജഡത്തിൻ്റെ ആത്മാവിലല്ല നീ മറുപടി പറഞ്ഞത്. കാരണം ജഡത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുറിച്ച് ഒരു യഥാർത്ഥമായ വെളിപ്പാട് ഒരിക്കലും പ്രാപിക്കാൻ കഴിയുകയില്ല. ഇന്ന് വിശ്വാസികളെന്ന് ഊറ്റം കൊള്ളുന്ന അനേകരും ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നിമിത്തം പലപ്പോഴും ക്രിസ്തുവിൻ്റെ സ്ഥാനം അവരുടെ ജീവിതത്തിൽ അമ്പേ പിറകിലാണ്. ഇന്ന് പകൽക്കാലം നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു വ്യക്തമായ മറുപടി കർത്താവിന് കൊടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിനോടും കർത്താവ് പറഞ്ഞ തിരുവചനങ്ങളോടും നീതി പുലർത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഈ വിഷയത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പത്രോസോടെ പെട്ടെന്ന് തന്നെ ഈ മറുപടിയൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ തന്നെ കർത്താവ് പറഞ്ഞു, കുറേ അധികാരങ്ങൾ അവനെ ഏൽപ്പിക്കാനിടയായി തീർന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അത് ജയിക്കുകയില്ലെന്ന് ഞാൻ എന്നോട് പറയുന്നു. സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ മറ്റ് പല ശിഷ്യന്മാരും മറുപടി പറയാൻ കഴിയാത്തവരായിട്ട് അവിടെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പത്രോസ് ആ മറുപടി പറഞ്ഞപ്പോൾ കർത്താവിന് ഒത്തിരി സന്തോഷം തോന്നി. കർത്താവ് അവന് ചില അധികാരങ്ങളൊക്കെയും ഏൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ നാം വിശ്വസ്തയോടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളെ നേരിടാനായിട്ടുള്ള അധികാരം കർത്താവ് നമ്മുടെ പക്കലേൽപ്പിക്കും. കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ചതുപോലെ ആ താക്കോലുകൾ നമ്മുടെ കയ്യിൽ അവൻ തരുവാനിടയായിത്തീരും. നമ്മുടെ കയ്യിൽ ആ താക്കോൽ ഉണ്ട്, പക്ഷെ നമ്മളത് വേണ്ടവണ്ണം ഉപയോഗിക്കണം. പ്രാർത്ഥനയാകുന്ന താക്കോൽ, ആരാധനയാകുന്ന താക്കോൽ, നമ്മുടെ കണ്ണുനീരാകുന്ന താക്കോൽ, ഒരുപാട്
കാര്യങ്ങൾ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നാം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്? നിങ്ങൾക്ക് ഞാൻ ആരാണ്? ലോകം ഡിസംബർ 25 യേശുവിൻ്റെ ജനനം കൊണ്ടാടുമ്പോൾ ഈസ്റ്ററും ദുഃഖവെള്ളിയായിട്ടൊക്കെ അതങ്ങ് അവസാനിപ്പിച്ച് പിന്നെ അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കുമ്പോൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ആ ഒരു ദിനം മാത്രം കടന്നു വരുന്ന ഒരു ദൈവമാണ് യേശു. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മാറ്റുവാൻ മാത്രമുള്ള ഒരു ഉപാധിയാണോ യേശു? യേശു നമ്മുടെ ജീവിതത്തിൽ ആരാണ്? ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വളരെ വേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? പത്രോസിന് ഈ മറുപടിയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് അധികാരങ്ങൾ കർത്താവ് പത്രോസിനെ ഏൽപ്പിക്കുവാനിടയായി തീർന്നെങ്കിലും കർത്താവിൻ്റെ നിത്യ സന്തത സഹചാരിയായിരുന്ന പത്രോസ് തൊട്ടടുത്ത നിമിഷം താൻ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മാറുവാനിടയായി തീർന്നു. കർത്താവ് യേശു ക്രിസ്തു ഭൂമി വന്നത് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് ഒരു അടക്ക പുനരുത്ഥാനമുണ്ട്. എങ്കിലേ മാനവകുലത്തിന് വിടുതൽ ഉണ്ടാകാനിടയായി തീരുകയുള്ളൂ. എന്നാൽ ഇത്രയേറെ വലിയ വെളിപ്പാടുകളും പ്രസ്താവനകളൊക്കെ നടത്തിയ പത്രോസ് തൊട്ടടുത്ത നിമിഷം അതിൽ നിന്നെല്ലാം വ്യതിചലിക്കാനിടയായി തീർന്നു. അവിടെ താഴെ വായിക്കുന്നു, അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇത്ര വലിയ പ്രസ്താവന, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നൊക്കെ വലിയ പ്രസ്താവനകൾ നടത്തിയ അങ്ങനെ പ്രസ്താവന നടത്തിയപ്പോൾ ബലിയോന ശീമോനെ, നിനക്ക് ജഡരക്തങ്ങളല്ല, പിതാവ് ദൈവമാണ് നിനക്കിതെല്ലാം വെളിപ്പെടുത്തി തന്നതെന്ന് കർത്താവും പറഞ്ഞു. എന്നാൽ തൊട്ടടുത്ത നിമിഷം കർത്താവിൻ്റെ ആഗമന ഉദ്ദേശത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു പത്രോസ്. അപ്പോൾ പത്രോസിൻ്റെ യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എവിടെയാണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെയല്ലേ, വലിയ വലിയ പ്രസ്താവനകളും വലിയ വലിയ പ്രസംഗങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ നാം പറയുമെങ്കിലും തൊട്ടടുത്ത നിമിഷങ്ങളിൽ നമ്മുടെ ആ കാഴ്ചപ്പാട് പലപ്പോഴും മങ്ങിപ്പോകും. കർത്താവിനെ ശാസിക്കാനിടയായി തീർന്നു. സാധാരണ നീ മനുഷ്യരുടെ അത്ര ചിന്തിക്കുക, ദൈവത്തിൻ്റെതല്ല നീ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞവനെ ശാസിക്കാനിടയായി തീർന്നു. പക്ഷെ ഇന്നത്തെ ദൈവസഭകളിലായിരുന്നെങ്കിൽ അന്ന് തന്നെ ആ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കുമായിരുന്നു. എന്നാൽ നിത്യസ്നേഹത്തിൻ്റെ ഉറവിടമായ നാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ ചെയ്ത് അകന്നു പോയാലും വീണ്ടും വീണ്ടും നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ തള്ളിക്കളഞ്ഞില്ല. അതിന് താഴെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തേച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിപ്പാൻ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞ് അതിനെ കണ്ടെത്തും എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ ശേഷം അതിൻ്റെ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശെ ഏലിയാവും അവനോട് സംഭാഷിക്കുന്ന അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, നിനക്ക് സംബന്ധമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനെന്ന് പറഞ്ഞു. പ്രിയമക്കളെ, കർത്താവിൻ്റെ ആഗമന ഉദ്ദേശം തടസ്സപ്പെടുത്തുവാനുള്ള പ്രസ്താവനകളൊക്കെ പത്രോസ് നടത്തി. പത്രോസിനെ സാത്താൻ എന്നൊരു ദൈവം വിളിച്ചിട്ട് പോലും കർത്താവ് അവിടെ അവനെ തള്ളിക്കളയാനിടയായി തീർന്നില്ല. 6 ദിവസം കഴിഞ്ഞിട്ട്, ഈ സംബോധന കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനെ യോഹന്നാനെയും 3 പേരെ മാത്രമേ ആ മറുരൂപ മലയിലേക്ക് കർത്താവ് കൊണ്ടുപോയുള്ളൂ. അതിലൊരാൾ പത്രോസായിരുന്നു.
കാരണം അവന് താൻ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. വീണ്ടും അവനെ ആ വിശ്വാസത്തിൽ കർത്താവ് ഉറപ്പിക്കുകയായിരുന്നു. പത്രോസേ, നീ പറഞ്ഞ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്ന ഞാൻ ആരാണ് എന്നുള്ള ഒരു വലിയ വെളിപ്പാട് യേശു ക്രിസ്തു പത്രോസിന് നൽകുകയായിരുന്നു. അവനവിടെ തള്ളിക്കളഞ്ഞില്ല. അവനെ വീണ്ടും മാറോട് ചേർത്തണച്ച് അവനവിടെ കാണിച്ചു കൊടുത്തു. അവനത് കണ്ട് അത് ഉൾക്കൊള്ളുവാനിടയായി തീർന്നു. പ്രിയ മക്കളെ, നാമും തെറ്റുകൾ ചെയ്തും നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകൾ വരുത്തി നാം അകന്നു പോകുമ്പോഴും വീണ്ടും വീണ്ടും അനേക നല്ല വെളിപ്പാടുകളെ, അനേക നല്ല ദൂതുകളെ നമ്മുടെ ജീവിതത്തിൽ നിറച്ച് ദൈവം നമ്മെ വീണ്ടും മാറോട് ചേർത്തണച്ചുകൊണ്ടല്ലേ ഇന്നും ഞാനും നിങ്ങളും വിശ്വാസിയായി തുടരുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാനിടയായി തീരണം, ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ആരാണ്? ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അമേൻ എനിക്ക് നൽകിയത് എന്താണ്? നിത്യരക്ഷയാണ്. ഒരു മനുഷ്യനും നമുക്ക് നൽകുവാൻ കഴിയാത്ത നിത്യരക്ഷ, തൻ്റെ സ്വന്തം പ്രാണൻ, സ്വന്തം രക്തം നമുക്ക് വേണ്ടി മറുവിലയായി നൽകി തന്ന് നമ്മെ വീണ്ടെടുത്ത ആ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ക്രിസ്തു ഭക്തരായി അനുദിനവും മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ തിരുവചനങ്ങളിൽ നിന്നുകൊള്ളുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹിതരെ, ഇന്നത്തെ ഗാനവും വചന സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നാം കേട്ടതുപോലെ യേശു ആരാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു. യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയും ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഈ മീഡിയ സന്ദേശത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളെയും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ദൈവം മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പലരും രോഗാവസ്ഥയിലായിരിക്കുന്നു. രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ ഞങ്ങളുടെ പാടുകളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ ഭാരങ്ങളെ തീർത്തതായ യേശുവേ, ഇന്ന് ഈ മീഡിയ സന്ദേശത്തിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, കേട്ട് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവം മറുപടി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും അത് പ്രകാരം നടക്കുവാൻ ഓരോരുത്തരും ദൈവം സഹായിക്കണം. ദൈവം ഇഷ്ടം ചെയ്യുവാൻ ഓരോരുത്തരും ദൈവം സഹായിക്കണം. കൃപയാൽ നടത്തണമേ. എല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കണമേ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.